Hello dear friends, welcome to Swati Swaga Tutorials. Today we are starting with a new topic from the chapter Transport in Plants, and the topic is long distance transport of water. Okay, then move on to our topic, long distance transport of water. Then see the points. First, diffusion is a slow process and therefore long distance transport in plants, it cannot be carried out by diffusion alone. Diffusion we already പഠിച്ചു കഴിഞ്ഞു. It is a slow process and a short distance transport occurs by diffusion. പഠിച്ചു കഴിഞ്ഞതാണ്. So അതൊരു slow process ആണ്. Short distance transport ആണ് support ചെയ്യുന്നത്. So in case of plants or in case of large tree, the particles have to transport in long distance. Root, leaf തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് വലുതാണ് അല്ലേ, ദൂരെയായിരിക്കും വലിയ മരമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ്, ഡിഫ്യൂഷൻ കൊണ്ട് മാത്രം ട്രാൻസ്പോർട്ട് നമുക്ക് നടത്താൻ കഴിയില്ല, പ്ലാന്റ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിഫ്യൂഷൻ മീൻസ് സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ഓർ വൺ പാർട്ട് ഓഫ് എ സെൽ ടു അതർ പാർട്ട്, അല്ലെ ഗ്യാഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഫ്യൂഷൻ വഴി ട്രാൻസ്പോർട്ട് നടത്തുന്നത്. ദെൻ ഇൻ ലാർജ് പ്ലാന്റ്സ്, site of production and site of storage are too far from each other. അല്ലെ, ലോങ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താ മെയിനായിട്ട് നമ്മൾ ലാർജ് പ്ലാന്റ്സ് ട്രീ ഓർക്കുക. സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ലീഫ് അതൊരു ഭാഗത്തിൻ്റെ മുകളിലാണുള്ളത്. ദെൻ സൈറ്റ് ഓഫ് സ്റ്റോറേജ് ഇറ്റ് മേ ബി ഇൻ റൂട്ട് റീജിയൻ. അപ്പോൾ അതൊന്നും ഡിഫ്യൂഷൻ വഴി നമുക്ക് നടത്താൻ കഴിയില്ല. ദെൻ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ടേം, ദാറ്റ് ഇസ് മാസ് ഫ്ലോ. മാസ് ഫ്ലോ മീൻസ് it is the movement of substances in bulk from one point to another as a result of pressure differences. Okay, mass flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻ്റ് ആണ്, അതും ബൾക്ക് എമൗണ്ടിലാണ്, ബൾക്ക് ഫോമിലാണുള്ളത്, കൂടിയ എമൗണ്ടിലുള്ള മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ്, ആൻഡ് ഇറ്റ് ഈസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ as a result of pressure differences. That is high pressure, low pressure, or high concentrated area, low concentrated എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ ആ ഒരു പ്രഷർ ഡിഫറൻസിനനുസരിച്ചിട്ട് ലാർജ് എമൗണ്ടിൽ സബ്സ്റ്റൻസ് വൺ പോയിന്റ് ടു അനദർ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതാണിത് മാസ് ഫ്ലോ. ഓക്കെ, ദെൻ മാസ് ഫ്ലോയിൽ കൂടെ മൂവ് ചെയ്യുന്നതിന് എക്സാമ്പിൾസ് ആണ് വാട്ടർ, ദെൻ ഫുഡ്, മിനറൽസ് are moved by this mass flow. Okay, the next term, translocation. This term is already discussed in our previous video. Translocation means what? Movement, that is bulk movement of substances through vascular tissues, or bulk movement. Long distance transport in plants is called a translocation. അങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ. അതുപോലെ bulk movement of substances ആണ്, and this transport occurs through vascular tissue. That is mainly our xylem and phloem. Xylem transport, mainly it transport water, okay, and dissolved mineral salt. മിനറൽസ് ഉണ്ടാവും, അത് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള മിനറൽ സോൾട്ട് ഓർ ഓർഗാനിക് നൈട്രജൻ, ദെൻ ഹോർമോൺസ്, ഇതിനൊക്കെയാണ് സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്രം റൂട്ട് ത്രൂ സ്റ്റെം ദെൻ ടു ലീവ്സ് അല്ലേ. നെക്സ്റ്റ് വാട്ട് അബൌട്ട് ഫ്ലോയം? ഫ്ലോയം നമുക്കറിയാം ട്രാൻസ്പോർട്ട് ഓഫ് പ്രിപ്പയർഡ് ഫുഡ് ആണ്, ആൻഡ് ദിസ് ഫുഡ് മേ ബി ഇൻ ദ ഫോം ഓഫ് വേരിയസ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സൊല്യൂട്ട്സ്. Then go to the next heading in chapter, that is how do plants absorb water. എങ്ങനെയാണ് plants വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്? Then see, root hairs absorb water and minerals from the soil. അല്ലേ, അത് നമുക്കറിയാവുന്നതാണ്, സിമ്പിൾ കാര്യമാണ്. റൂട്ട് ഹെയർ ആണ് എന്ത് ചെയ്യുന്നത്, സോയിൽ നിന്ന് വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത്. റൂട്ട് ഹെയർസ് നമുക്കറിയാം എപ്പിഡർമൽ അപ്പൻഡേജസ് ആണ് ഫ്രം റൂട്ട് എപ്പിഡർമിസ്, ആൻഡ് ദിസ് റൂട്ട് ഹെയർസ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. അല്ലെ, റൂട്ട് ഹെയർസ് എന്തിനു ചെയ്യുന്നു, എല്ലാ ചുറ്റുപാടിൽ നിന്നുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. The next, root hair absorb water by diffusion. Purely ആ റൂട്ട് ഹെയർ വാട്ടറിനെ ജസ്റ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്രോസസ്, ദാറ്റ് ഇസ് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, സ്ലോ പ്രോസസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി ബൈ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ആണ് അവിടെ അബ്സോർപ്ഷൻ സമയത്ത് നടക്കുന്നത്. പക്ഷേ അബ്സോർബ് ചെയ്താൽ പോരാ, ഈ വാട്ടർ എന്ത് ചെയ്യണം, എപ്പിഡർമിസിൽ എത്തണം, ദെൻ കോർട്ടെക്സ്, ദെൻ എൻഡോഡർമിസ്, then pericycle, finally to vascular tissue, xylem, അവിടെ വരെ എത്തിക്കണം, എന്നാൽ മാത്രമേ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ് ബാക്കി, ദാറ്റ് ഇസ് ദിസ് അബ്സോർബ്ഡ് വാട്ടർ ബൈ റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ, ദിസ് അബ്സോർബ്ഡ് വാട്ടർ മൂവ് ഡീപ്പർ ഇൻ ടു റൂട്ട് ലെയർ ബൈ ടു പാത്വേ. എന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ മെയിനായിട്ട് ടു പാത്വേസ് ആണുള്ളത്, രണ്ട് പാത്വേസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ഡൗൺ. ആൻഡ് ദ ഫസ്റ്റ് പാത്വേ ഇസ് കോൾഡ് എപ്പോപ്ലാസ്റ്റ് പാത്വേ. Apoplast pathway, and the second is called Symplast pathway. Symplast
പാത്വേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അബ്സോർബ് ചെയ്ത വാട്ടറിനെ സൈലത്തിലോട്ട് എത്തിക്കണം, റൂട്ടിൻ്റെ ഉള്ളിലേക്ക് സൈലത്തിന് വരെ എത്തിക്കണം, എല്ലാ ലെയേഴ്സിലൂടെയും കടന്നു പോകണം. അതിന് ഉള്ള രണ്ട് പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. ദെൻ സീ വാട്ട് ഈസ് അപ്പോപ്ലാസ്റ്റ് പാത്വേ. Okay, listen, this diagram will explain how water move deeper into root layers. Okay, then see, ഈ ഒരു ഡയഗ്രാം ടെക്സ്റ്റിൽ കാണാം, ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണ്. വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഫസ്റ്റ് ആരാണ്? റൂട്ട് ഹെയർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഡയറക്ട്ലി മൂവ് ഇൻ ടു എപ്പിഡെർമിസ്. Okay, so the first cell represent the epidermis. എപ്പിഡെർമിസിൻ്റെ ഒരുപാട് ലെയർ നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പം അതിൽ ഒരു സെല്ലിനെ കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, എപ്പിഡെർമിസ്. ദെൻ എപ്പിഡെർമിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന് താഴെ വരുന്ന സെൽസ് ഏതാണ്? ദാറ്റ് ഈസ് ഓർ ലെയർ ഓഫ് സെല്ലാണ് ഇത് കോർട്ടെക്സ് റീജിയൻ. നെക്സ്റ്റ് റീജിയൻ കോർട്ടെക്സ്. അപ്പോൾ കോർട്ടെക്സിൻ്റെ ഒരു സെൽ. Then inner to cortex or innermost layer of cortex is endodermis. So this cell represent endodermis. Okay, and here you can see a special structure. This structure represent Casparian strips. Casparian strips. Anatomy ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താണ് കാസ്പേരിയൻ സ്ട്രിപ്സ് എന്താണെന്നുള്ളത് അല്ലേ. ഇന്നർ ടാൻജൻഷ്യൽ വാൾ ഒക്കെ കാണുന്ന ഡെപ്പോസിഷൻ ആണ്, തിക്കായിട്ട് കാണാം. ദാറ്റ് ഇസ് കോൾഡ് കാസ്പേരിയൻ സ്ട്രിപ്സ്. ആൻഡ് ദ സ്ട്രിപ്സ് ആർ ആബ്സെൻറ്റ് ഇൻ സം സെൽസ് ഓഫ് ദ എൻഡോഡെർമൽ സെൽ, എസ്പെഷ്യലി വിച്ച് ആർ ഫേസിങ് ഓപ്പോസിറ്റ് ടു പ്രോട്ടോസൈലം ആൻഡ് ദേ ആർ കോൾഡ് പാസേജ് സെൽ. നമുക്കറിയാം. അപ്പം കാസ്പേരിയൻ സ്ട്രിപ്സ് ഉള്ള സെൽസ് ഉണ്ട്, അതിനെ കാണിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത്. ദെൻ ഇന്നർ ടു എൻഡോഡെർമിസ് നെക്സ്റ്റ് ലെയർ ഇസ് പെരിസൈക്കിൾ. ഓക്കെ, പെരിസൈക്കിൾ. ഇത്രയും സെൽസിനെ ക്രോസ് ചെയ്ത് വാട്ടർ വന്നു കഴിഞ്ഞാലേ വാട്ടർ അവസാനം എവിടെ എത്തുള്ളൂ? ഫൈനലി പെരിസൈക്കിളിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തേണ്ടത്? ദാറ്റ് ഈസ് ടു സൈലം. സൈലം. അപ്പോൾ സൈലത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് സൈലത്തിന് വാട്ടറിനെ മുകളിലോട്ട് കൊടുക്കാൻ പറ്റും അല്ലേ, മുകളിലോട്ട് അപ്വേർഡ് കണ്ടക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ, ഇവിടെ റൂട്ട് ഹെയർസ് ഈ എപ്പിഡെർമിസിന് മുകളിലാണ് ഉണ്ടാവുക. ഇവിടെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ഇത്രയും ലെയർ ഉള്ളിലോട്ട് മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യുന്ന രണ്ട് പാത്വേ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് ദ സെക്കൻഡ് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റ് പാത്വേ. ബിഫോർ മൂവിങ് ടു ദ പാത്വേ, ലിസൺ വാട്ട് ദിസ് പാർട്ട്. എന്താ ഈ ഒരു പാർട്ട്? രണ്ട് സെൽസിനെ കണക്ട് ചെയ്യുന്ന പാർട്ട്. ദിസ് ഈസ് പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, ഇന്റർ കണക്ഷൻ ആണ്, സെൽ ടു സെൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജംഗ്ഷൻ എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് പ്ലാസ്മോഡെസ്മേറ്റ. ആൻഡ് ദിസ് പാർട്ട്, ഇവിടെ കാണുന്ന ഈ ഒരു ലെയർ പ്ലാന്റ് സെൽ വോൾ ഉണ്ട്. സെൽ വോളിൻ്റെ ഉള്ളിൽ കാണുന്ന ആരാണ്? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ. സെൽ വോളൊക്കെ ഉണ്ട്, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വരയ്ക്കുന്നതേ ഉള്ളൂ. സെൽ മെംബ്രെയിൻ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെൽ മെംബ്രെയിൻ. ദെൻ പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻ. ഓക്കെ, ദെൻ ഇനി മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് go to the first point, apoplast. Apoplast means it is a cell to cell water movement through cell wall and intercellular space without crossing any membrane. Water move ചെയ്യുന്ന എങ്ങനെയാണ്? സെൽ വോളിൽ കൂടെ or intercellular spaceൽ കൂടെ without crossing any membrane. This point is very very important. Without crossing any membrane. ഒരു മെംബ്രെയിനെ പോലും ക്രോസ് ചെയ്യാതെ, ബ്രേക്ക് ചെയ്യാതെ, അല്ലാതെ സെൽ വോളിൽ കൂടെ അല്ലെങ്കിൽ സെൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും. ബിക്കോസ് റൂട്ട് അല്ലെ, റൂട്ട് കോർട്ടെക്സ് കാണുന്ന സെൽസ് ഒക്കെയാണ് പാരന്റ് കൈമാറ്റസ് ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്. സോ ഇനഫ് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്. സോ വാട്ടർ ക്യാൻ ഈസിലി മൂവ് ത്രൂ ദിസ് ഇന്റർസെല്ലുലാർ സ്പേസസ്. അപ്പോൾ ഇതുപോലെ മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? അപ്പോപ്ലാസ്റ്റ് പാത്വേ. ക്ലിയർ? അപ്പോൾ സെൽ വോളിൽ കൂടെയൊക്കെയാണ് മൂവ് ചെയ്യുക. ദെൻ ഡയഗ്രാം നോക്കാം. വാട്ടർ ഇവിടെ അബ്സോർബ് ചെയ്യുന്നു, റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നു സെൽ വോൾ സ്ട്രക്ചർ. ഓക്കെ, ഈ ഉള്ളിലുള്ള ഈ ഒരു ഭാഗമാണ് ആക്ച്വലി സെൽ മെംബ്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇന്നർ ലെയർ. ദെൻ സെൽ വോൾ പുറത്ത്, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ എന്താ ചെയ്യുക? ഇതിനുള്ളിലേക്ക് എനിക്ക് കയറാൻ പാടില്ല, സെൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എന്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്? ത്രൂ ദി സെൽ വോൾ. ഓക്കെ, സെൽ വോളിൽ കൂടെ ഇങ്ങനെയാണ് മൂവ് ചെയ്ത് പോവുക. ഓക്കെ, ഇവിടെ വരെ എത്തും, മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തും.
പിന്നെ എന്താ ചെയ്യുക, ഇവിടെ കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും വാട്ടർ ഇതുപോലെ പാസ് ചെയ്ത് ഈ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ട്. ദെൻ ആ ഭാഗത്ത് കൂടെ കടന്നു പോകാൻ കഴിയില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ എത്തും, എൻഡോഡെർമിസിൽ എത്തുമ്പോൾ പിന്നെ വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, മെംബ്രെയിൻ ക്രോസ് ചെയ്യുന്നു, ദെൻ മൂവ് ത്രൂ ദിസ് പ്ലാസ്മോഡെസ്മേറ്റ അല്ലേ, ഇവിടെ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്തു, പ്ലാസ്മോഡെസ്മേറ്റ, ദെൻ എങ്ങോട്ട് പോകും, സൈലത്തിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് apoplast pathway. ഈ pathway ആണ് apoplast. Clear? Then one more point about apoplast. It is dependent on the gradient, that is high concentration or low concentration. എപ്പോഴും വാട്ടർ മൂവ് ചെയ്യുന്നത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ദാറ്റ് ഇസ് അതാണ് ഗ്രേഡിയൻറ്റ്. ആൻഡ് വാട്ടർ മൂവ്മെൻറ്റ് ആസ് ഇൻ ദ ഫോം ഓഫ് മാസ് ഫ്ലോ. പഠിച്ചാണല്ലേ വാട്ടറൊക്കെ മാസ് ഫ്ലോ ആയിട്ട്, ബൾക്ക് ഫ്ലോ ആയിട്ടാണ്, ബൾക്ക് എമൗണ്ടിലാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. The next pathway, symplast pathway. Okay, water moves through the cytoplasm and that is through the plasmodesmata. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്നതാണ്, മെംബ്രെയിനെ ക്രോസ് ചെയ്തുകൊണ്ട് സൈറ്റോപ്ലാസത്തിൽ കൂടെ മൂവ് ചെയ്യുന്നതാണ് സിംപ്ലാസ്റ്റ് പാത്വേ. ഓക്കെ, അപ്പം അത് ക്രോസ് ചെയ്തില്ലെങ്കിൽ എപ്പോപ്ലാസ്റ്റ്, ക്രോസ് ചെയ്താൽ സിംപ്ലാസ്റ്റ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ഡയറക്ട്ലി ഇറ്റ് ക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എൻഡേഴ്സ് ഇൻ ടു സൈറ്റോപ്ലാസം റീജിയനിലെത്തി ആൻഡ് ഇറ്റ് മൂവ് ടു അതർ സെൽ, നെക്സ്റ്റ് സെൽ ത്രൂ ദിസ് പ്ലാസ്മോഡെസ്മേറ്റ, അഗെയിൻ ത്രൂ ദിസ് പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ, ദെൻ ഫൈനലി റീച്ചേഴ്സ് ടു പെരിസൈക്കിൾ റീജിയൻ, ദെൻ ടു സൈലം. ഓക്കെ, അത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു മെത്തേഡ് അല്ല, എല്ലാം മെംബ്രെയിനെ ക്രോസ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോവാണ്. സോ ദിസ് ഇസ് സിംപ്ലാസ്റ്റ് ആൻഡ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പാസേജ് സെൽസ് ബൈ സിംപ്ലാസ്റ്റ്. അതും പോയിന്റ് സെയിം ആണ്. ഇവിടെ എന്താണ്, എൻഡോഡെർമിസിൽ നമ്മൾ ഈ ഒരു സെൽ ആക്ച്വലി ഏത് സെല്ലാണ്, എൻഡോഡെർമിസിലെ പാസേജ് സെല്ലാണ്, കാസ്പേരിയൻ സ്ട്രിപ്സ് ഇല്ലാത്തത്. കാസ്പേരിയൻ സ്ട്രിപ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ച് എവിടെ വരുന്ന സെൽസിന് കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ മുകളിലും കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ട്. സം സെൽസ് വിച്ച് ആർ ഓപ്പോസിറ്റ് ടു പ്രോട്ടോസൈലം ഹാവ് നോ ദിസ് കാസ്പേരിയൻ സ്ട്രിപ്സ്, ദേ ആർ കോൾഡ് പാസേജ് സെൽ. അപ്പോൾ പാസ് ചെയ്ത് പോകുന്ന ഇത് എന്താണ്, പാസേജ് സെല്ലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹെഡിങ് മൈക്കോറൈസ. ഓക്കെ, ഓൾറെഡി പഠിച്ചതാണ്, നോക്കാം. സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ഫംഗസ് വിത്ത് എ റൂട്ട് സിസ്റ്റം ഓർ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ഇസ് കോൾഡ് മൈക്കോറൈസ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷനാണ് എന്തിവിടെ, ആരൊക്കെ തമ്മിലാണ്, ബിറ്റ്വീൻ എ ഫംഗസ് ആൻഡ് റൂട്ടും ഫംഗസും തമ്മിൽ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ. ദിസ് ഫംഗൽ അസോസിയേഷൻ ഹെൽപ്സ് ദ റൂട്ട് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ആൻഡ് ഫംഗൽ ഫിലമെൻറ്റ്സ് ഫോം എ നെറ്റ്വർക്ക് അറൗണ്ട് ദ റൂട്ട്. ഫംഗസിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇഫ് ഇറ്റ് ഇസ് എ റൂട്ട്, ദെൻ ഫംഗൽ ഫിലമെൻറ്റ്സ് ആ റൂട്ടിനോട് അബ്സോർബ് ചെയ്യുമ്പം എന്താ ചെയ്യുന്നത്, ഈ ഫംഗസിന് ഹൈഫ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ, ഇതെന്ത് ചെയ്യുന്നു, ഈ റൂട്ടിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നു അറൗണ്ട് ദ റൂട്ട് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ദിസ് ഫംഗസ് എന്താ ചെയ്യുന്നത്, ഹെൽപ്സ് ചെയ്യുന്നു, വാട്ടർ ആൻഡ് മിനറൽ അബ്സോർബ് ചെയ്ത് റൂട്ടിന് കൊടുക്കുകയാണ്. പകരം റൂട്ട് എന്താ ചെയ്യുന്നത്, ഇതിനെ ഈ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെമ്മിൽ കൂടെ ലീഫിൽ ഫോട്ടോസിന്തസിസ് ഒക്കെ പെർഫോം ചെയ്യും. ദെൻ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് അല്ലേ, റൂട്ടിൽ തന്നെ തിരിച്ച് സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ ഒരു ഭാഗം, ദാറ്റ് ഈസ് റൂട്ട് പ്രൊവൈഡ് ഷുഗർ ആൻഡ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ടു ദ ഫംഗസ്. ഇങ്ങോട്ട് ഫുഡ് കൊടുക്കും, ഫംഗസിന് ഫുഡ് കൊടുക്കും. ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഓട്ടോട്രോഫിക് ഓർഗാനിസം, ദേ കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, സോ ദേ ഡിപ്പെൻഡ് ദിസ് പ്ലാന്റ് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണ്. ദിസ് അസോസിയേഷൻ ഇസ് കോൾഡ് സിംബയോട്ടിക് അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് മൈക്കോറൈസൽ അസോസിയേഷൻ. ദ നെക്സ്റ്റ് ഹെഡിങ്, വാട്ടർ മൂവ്മെൻറ്റ് അപ്പ് എ പ്ലാന്റ്. അപ്പം ഇനി വാട്ടറിനെ നമ്മൾ അബ്സോർബ് ചെയ്തു, സൈലത്തിലോട്ട് എത്തി അല്ലേ, ഇനി അവിടെ നിന്ന് മുകളിലോട്ട് എങ്ങനെയാണ് വാട്ടർ മൂവ്മെൻറ്റ് നടക്കുന്നത്, അതാണ് നെക്സ്റ്റ്. ഓർ ദ വാട്ടർ മൂവ്മെൻറ്റ് അപ്പ് എ പ്ലാന്റ്, ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, ദാറ്റ് ഈസ് കോൾഡ് അസെൻറ്റ് ഓഫ് സാപ്പ് എന്ന് പറയും. അസെൻറ്റ് ഓഫ് സാപ്പ്. ഓക്കെ, അസെൻറ്റ് ഓഫ് സാപ്പ്, the upward movement of water from the root towards the top of the plant, that is called upward water translocation or ascent of sap. root എന്ന് പ്ലാന്റിൻ്റെ ടോപ്പിലോട്ട് എത്താം.
and this movement occurs through our vascular tissue, that is xylem. Okay, അപ്പോൾ മെയിൻ ആയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ascent of sapനെ ഹെൽപ്പ് ചെയ്യുന്ന 2 factors are there. The first one is root pressure, and the second is transpiration pull. Okay, ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 factors ആണ്. Then see what is root pressure. Okay, the positive hydrostatic pressure developed in the root cells due to the absorption of water. ഇതാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, റൂട്ടിനുള്ളിലോട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിനുള്ളിൽ എന്ത് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടാവുന്നു നമുക്കറിയാം. ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് പ്രഷർ. അപ്പോൾ ഒരു സെൽസിനുള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുമ്പം അവിടെ ഒരു പ്രഷർ ഫോം ചെയ്യും. അതിനുള്ളിൽ വാട്ടറിൻ്റെ അക്യുമുലേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രഷറാണെന്ന് റൂട്ട് പ്രഷർ. And this root pressure is responsible for pushing up water into small height. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ വരുന്ന സമയത്ത് ആ പ്രഷർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് വാട്ടറിനെ ഒരു ചെറിയൊരു ഹൈറ്റ്, ആ സ്റ്റെമ്മിലോട്ട് ചെറിയൊരു ഹൈറ്റിലേക്ക് വാട്ടറിനെ പുഷ് ചെയ്യാൻ ആ ഒരു പ്രഷർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനൊരു എവിഡൻസ് പോലെ പറയാണ്, ഓൺ കട്ടിങ് സ്റ്റെം ദാറ്റ് ഈസ് ഓഫ് എ വെൽ വാട്ടേർഡ് സ്റ്റെം, ഒരു വെൽ വാട്ടേർഡ് ആയിട്ടുള്ള സ്റ്റെം നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ മരമൊക്കെ കട്ട് ചെയ്യുമ്പം ആ മുറിച്ച ഭാഗത്തു നിന്ന് അതിൻ്റെ സാപ്പ് പുറത്തോട്ട് വരുന്നത് അല്ലേ. കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ദാറ്റ് ഈസ് സാപ്പ് എക്സ്യൂഡ്സ് ഫ്രം ദ കട്ട് എൻഡ്. ആ കട്ട് ചെയ്ത എൻഡിൽ നിന്ന് അതിൻ്റെ ഒരു സാപ്പ്, ആ നീര് പോലെ ഒലിച്ച് വരുന്നത് കാണാം. അതെന്താണ് അതിൻ്റെ മീനിങ്, അതിൽ കൂടെ വാട്ടർ പോവുകയാണ്. ആ സമയത്ത് കട്ട് ചെയ്തപ്പം അവിടെ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. സോ ആക്ച്വലി ഇറ്റ് സപ്പോർട്ട് അവർ റൂട്ട് പ്രഷർ. ആ റൂട്ട് പ്രഷറിൻ്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ജസ്റ്റ് കയറി പോകുന്നത്. And next one more evidence എന്ന് പറയാം, that a process in plant that is called guttation. Guttation എന്നാണ് പറയാം. Guttation means what? Loss of water in the form of liquid drops through specialized opening present at the tip of the leaf called hydatodes. അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം, 1 മാർക്ക് ചോദിക്കാറുണ്ട്. ട്രാൻസ്പിരേഷൻ, ഗട്ടേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രാൻസ്പിരേഷൻ മീൻസ് ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ സ്റ്റൊമാറ്റയിൽ കൂടിയാണ്, ത്രൂ സ്റ്റൊമാറ്റ. ബട്ട് ഗട്ടേഷൻ മീൻസ് വാട്ട്? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ലിക്വിഡ് ഡ്രോപ്സ് ആണ്. വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഫോമിൽ തന്നെ വാട്ടർ ലോസ് പ്ലാന്റ്സ് നടക്കുന്നു. ആൻഡ് ഇറ്റ് ഓക്കേഴ്സ് ത്രൂ എ സ്പെഷ്യലൈസ്ഡ് ഓപ്പണിംഗ് കോൾഡ് ഹൈഡത്തോട്സ്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ നടക്കുക എപ്പോഴാണ്? ലേറ്റ് നൈറ്റ് ഓർ മോർണിംഗ് ഒക്കെയാണ് അല്ലേ. ഇപ്പം ഓൾറെഡി എന്താ പറയുക, ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ, ടെമ്പറേച്ചർ കുറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ട്രാൻസ്പിരേഷൻ റേറ്റ് ഒക്കെ കുറയും. ആ സമയത്ത് ലിക്വിഡ് ഫോമിൽ വാട്ടർ, എക്സസ് വാട്ടർ പ്ലാന്റ്സ് റിമൂവ് ചെയ്യും. അപ്പോൾ ലീഫിൻ്റെ ഒക്കെ ടിപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്ലെറ്റ് കാണാം അല്ലെ, മോർണിംഗിലൊക്കെ. ദാറ്റ് ഈസ് കോൾഡ് ഗട്ടേഷൻ. Here, then next heading, that is next second thing which support this ascent of sap is transpiration pull. Transpiration pull എന്നാണ്. pull means എന്താണ്? ഒരു വലിവ് അല്ലെ, വലിക്കുക എന്നുള്ളതാണ് അർത്ഥമാണ് പുള്ള്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദ പുള്ളിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ വാട്ടർ കോളം ഓഫ് സൈലം വെസൽസ് ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ. നമുക്കറിയാം, ഇപ്പോൾ ഇത് ഒരു വലിയ ട്രീ ആണെങ്കിൽ റൂട്ട് ചെയ്യുക ആൻഡ് ലീവ്സ്. ഓക്കെ, ദെൻ വാട്ടറിന് ഇവിടെ നിന്ന് വേണം വാട്ടർ മുകളിലോട്ട് ഇങ്ങനെ കയറി വരാൻ. അപ്പോൾ ഇവിടെ നിന്ന് വാട്ടറിന് ഈസി ആയിട്ട് വരാൻ റൂട്ട് പ്രഷർ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇസ് പുള്ളിംഗ് ഫോഴ്സ് ആണ് ഡെവലപ്പ് ബൈ ട്രാൻസ്പിരേഷൻ. എന്ന് വെച്ചാൽ എവിടെയാണ്? ഈ ലീഫ് പാർട്ടിലാണ് ട്രാൻസ്പിരേഷൻ. ഇവിടെ നിന്ന് ഒരു പുള്ളിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വാട്ടറിനെ വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്. വാട്ട് ഈസ് ട്രാൻസ്പിരേഷൻ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. അപ്പം ഈ വാട്ടർ വേപ്പർ ഫോമിൽ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വാട്ടർ അതിനനുസരിച്ച് വേപ്പർ ഫോമിൽ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേക്കൻറ്റ് സ്പേസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പിന്നെയും വാട്ടർ വരുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, വാട്ടർ മുകളിലോട്ട് പോകുന്നു, ഒരു ലോസ് ഇല്ല, വാട്ടർ ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പിന്നെ പോകില്ല, അവിടുത്തെ സ്പേസ് ഫില്ലായി കഴിഞ്ഞാൽ കൂടുതൽ വാട്ടർ മുകളിലോട്ട് പോകില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്നത് അല്ലേ. മുകളിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് താഴെ വാട്ടർ കോളം പോലെ അതിങ്ങനെ കയറി വരുള്ളൂ. അതേപോലെ ഹിയർ ട്രാൻസ്പിരേഷനിൽ കൂടെ ലോസ് നടക്കുന്നു. ആ വേക്കൻറ്റ് സ്പേസിലാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഇതുപോലെ ചാനലായിട്ട് മൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ പുൾ. പുള്ളിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ബൈ ട്രാൻസ്പിരേഷൻ. ദ നെക്സ്റ്റ് അസെന്റ് ഓഫ് സാപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 കാര്യം കൂടെ പറയുകയാണ്. ദാറ്റ് ഈസ് കൊഹീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു ദ സൈലം വെസൽസ്. വാട്ട് യു മീൻ ബൈ ദ ടേം കൊഹീഷൻ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അട്രാക്ഷൻ ബിറ്റ്വീൻ സിമിലർ മോളിക്യൂൾസ് ഇസ് കോൾഡ് കൊഹീഷൻ. ഹിയർ വാട്ടർ മോളിക്യൂൾസ് ഈ ഒരു
വെസൽസ് അല്ലേ, ട്രക്കീഡ്സ്, വെസൽസ്, ഇതിനുള്ളിൽ കൂടെ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ പോകുമ്പം വാട്ടർ മോളിക്യൂൾസ് പരസ്പരം ഒരു അട്രാക്ഷൻ വേണം അല്ലേ, അട്രാക്റ്റീവ് ഫോഴ്സ് വേണം. ദാറ്റ് ഈസ് കോൾഡ് കൊഹീഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ചാനലായിട്ട് ഇതേപോലെ പോകാൻ വാട്ടറിന് കഴിയില്ല. നെക്സ്റ്റ്, അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു സൈലം വെസൽ. അഡീഷൻ മീൻസ് attraction between dissimilar molecule. Here dissimilar molecules are one water molecule and the other is the xylem vessel. എന്ന് വെച്ചാൽ ഈ സൈലം വെസൽസുമായിട്ട് വാട്ടറിനൊരു അട്രാക്ഷൻ വേണം, എന്നാൽ മാത്രമേ ഇതിനുള്ളിൽ കൂടെ വാട്ടറിനെ പറ്റിപ്പിടിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കൊഹീഷൻ ആൻഡ് അഡീഷൻ ഓൾസോ സപ്പോർട്ട് അസെൻറ്റ് ഓഫ് സാപ്പ്. The next one more heading, that is capillarity. Capillarity also support ascent of sap. What is capillarity? Capillary force കേട്ടിട്ടുണ്ടാവും അല്ലേ. It is a rise in water in tubes of small diameter kept in a water. ഒരു വാട്ടറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഡയമീറ്ററുള്ള ഒരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ ജസ്റ്റ് ചെറിയൊരു ഹൈറ്റിലേക്ക് കയറുന്ന കാണാം. അപ്പോൾ ഇതിനാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഹിയർ ട്യൂബ്സിന് പകരം ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ദിസ് ട്രക്കീഡ്സ് ഓർ വെസൽസ് ആണ് ഹിയർ എന്ത് ട്യൂബ്സിന് പകരമായിട്ട് പറയേണ്ടത്. അപ്പോൾ അതിൽ കൂടെ വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അത് എന്തിനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയാം, ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് സപ്പോർട്ട് അസെൻറ്റ് ഓഫ് sap. Hello dear friends, in this video we discussed all the important points about long distance transport of water, and I hope you all got the concept clearly. So please don't forget to like, share and subscribe this channel. Let's wind up for today. See you in our next class.